നിങ്ങൾക്കൊരു വേർഡ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ അറിയാമോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇനി അഥവാ കോപ്പി പേസ്റ്റ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന, കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന, റിയൽ മണി ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യമായി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ കോയിൻസ് ഇവിടെ ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത് 0 കോയിൻസ് ആണ്. ആ ഒരു കോയിൻസ് എങ്ങനെ അധികരിപ്പിക്കാം, എങ്ങനെ വിഡ്രോ ചെയ്യാൻ കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം നമുക്കിവിടെ ക്വാഡ് ടു കോപ്പി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേർഡുകൾ തന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായി കോപ്പി ക്വാഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേർഡ് കോപ്പി ആയിട്ടുണ്ട്. ഇനി തൊട്ട് താഴെ പേസ്റ്റ് ദ ക്വാഡ് ഹെയർ എന്ന് കാണുന്നിടത്ത് പേസ്റ്റ് ദ കോപ്പീഡ് ക്വാഡ് ഹെയർ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കീബോർഡിൻ്റെ മുകളിൽ നിങ്ങൾ കോപ്പി ചെയ്ത ആ ഒരു വേർഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാകും. ഇനി അഥവാ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബോക്സിൽ നിങ്ങളൊന്ന് ലോങ് പ്രസ് ചെയ്യുക. അങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പേസ്റ്റ് എന്ന് കാണിക്കും. ജസ്റ്റ് അതൊന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് ആൻഡ് ഏൺ 1 കോയിൻ എന്ന് കാണുന്നുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തതിനാൽ മുകളിൽ സക്സസ് യു ഏൺഡ് 1 കോയിൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാം 0 കോയിൻ എന്നുള്ള നമ്മുടെ ഈ ഒരു കോയിൻ വാലറ്റ് ഇവിടെ ഇപ്പോൾ 1 കോയിൻസ് ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് പോവുക. കോപ്പി കോട്ട് അടിക്കുക, താഴെ കൊണ്ടുവന്ന് പേസ്റ്റ് അടിക്കുക, സബ്മിറ്റ് ആൻഡ് ഏൺ അടിക്കുക. 1 കോയിന് കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവർ കാണിക്കുന്ന എല്ലാ വേർഡുകളും നമ്മൾ അവിടെ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കൊണ്ടുവന്ന് പേസ്റ്റ് അടിച്ചിട്ട് സബ്മിറ്റ് ആൻഡ് ഏൺ 1 കോയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോരോ കോയിനായിട്ട് ഇവിടെ അധികരിപ്പിച്ച് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോപ്പി ചെയ്ത ആ ഒരു വേർഡ് തന്നെയാണ് താഴെ പേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ മുകളിൽ കോപ്പി ചെയ്യുമ്പോൾ കോപ്പി ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ കോപ്പി കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് എന്ന് ഇതിൽ പ്രസ് ചെയ്യുന്നു. അതുപോലെ സബ്മിറ്റ് എന്നടിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ദ പേസ്റ്റ് ടെക്സ്റ്റ് ഡസൻറ്റ് മാച്ച് ദ ക്വാഡ് എക്സാക്ട്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കറക്റ്റ് ഒന്നുകൂടി കോപ്പി ചെയ്തതിന് ശേഷം താഴെ നമ്മൾ പേസ്റ്റ് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞ് അവിടെ ഒന്നുകൂടി ഒന്ന് പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓൾറൈറ്റ്, ഞാനിപ്പോൾ ഇവിടെ ഒരു 101 തവണ ഇതുപോലെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് എനിക്കിവിടെ എൻ്റെ വാലറ്റിലേക്ക് 101 കോയിൻസ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ ജസ്റ്റ് മുകളിലായി 3 ലൈൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും മുകളിലല്ല, അതിന് തൊട്ട് താഴെ ഈ കോപ്പി ഏണർ എന്ന് കാണുന്നതിൻ്റെ തൊട്ടിടത് വശത്തായി ഒരു 3 ലൈൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നില്ലേ? ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക്, ഏണിങ്സ്, വാലറ്റ്, വിഡ്രോവൽ, സെറ്റിങ്സ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ടാസ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. നിങ്ങൾക്ക് ഇതിൽ കൂടി ടാസ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നെക്സ്റ്റ് ഏണിങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഏണിങ്സ് ലഭിച്ചിട്ടുണ്ട്, അതിൻ്റെ US$ വാല്യൂ എത്രയാണ്, എത്ര $, സമമാണ് നിങ്ങൾ ഈ ഒരു ചെയ്ത ഏണിങ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിവിടെ കാണിക്കും. അതുപോലെ INR വാല്യൂ, ഇന്ത്യൻ റുപ്പിയിൽ, ഇന്ത്യൻ മണിയിൽ അത് എത്ര രൂപയ്ക്ക് സമമാണെന്ന് ഇവിടെ കാണിക്കും. 21 രൂപയാണ്. 101 തവണ കോപ്പി പേസ്റ്റ് ചെയ്താൽ 21 രൂപ 21 പൈസയാണ് ലഭിക്കുക. ശേഷം ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് കാണുന്നത് 101. നമ്മൾ 101 ടാസ്കുകളാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നുകൂടി മുകളിലുള്ള 3 ലൈൻസിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിനാൽ വാലറ്റ് എന്നത് കാണാൻ വേണ്ടി സാധിക്കും. വാലറ്റിലും ഇതുപോലെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടി കാണിക്കുന്നതാണ്. നെക്സ്റ്റ് ഒന്നുകൂടി അതിൻ്റെ തൊട്ട് താഴെ വിഡ്രോവൽ എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. വിഡ്രോവൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മിനിമം വിഡ്രോവൽ നോട്ട് റീച്ച്ഡ് 99899, അതായത് 99,899 പ്രാവശ്യം ഒന്നുകൂടി നമ്മൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് അടിക്കണം. അതായത് ടോട്ടൽ 1 ലക്ഷം പ്രാവശ്യം നമ്മൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൽ നിന്നും വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതായത് 1 ലക്ഷം പ്രാവശ്യം നമ്മൾ ഇതുപോലുള്ള ടാസ്കുകൾ ചെയ്യുമ്പോൾ, കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു 1 ലക്ഷം കോയിൻസ് നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ശേഷം ഈ ഒരു 1 ലക്ഷം കോയിൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് $ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ $250 ആണ് കിട്ടുക. അതായത് 21,000 ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ 1 ലക്ഷം പ്രാവശ്യമൊക്കെ കുത്തിയിരുന്ന് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ. നിങ്ങൾ ജസ്റ്റ് ഒരു ദിവസം ഒരു 1000 തവണ വെച്ച് നിങ്ങളൊരു കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 100 ദിവസം, അതായത് 3 മാസവും 10 ദിവസവും ഏകദേശം അത്രയും ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 1000 ടാസ്കുകൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കടമ്പ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്.
അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര തവണ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിട്ടും അതുപോലെ ഗെയിം കളിച്ചിട്ടും നമ്മൾ നമ്മുടെ 24 മണിക്കൂറിൽ എത്ര സമയം നമ്മൾ വെറുതെ കളയുന്നുണ്ട്. അതിൽ കുറച്ച് സമയം മാറ്റി വെച്ച് ഇനിയിപ്പോൾ 1000 തവണയല്ല, ഒരാൾക്ക് ഒരു 10,000 തവണ ഒരു ദിവസം ഇതുപോലുള്ള ടാസ്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് 10,000 തവണ ഒരു ദിവസം ചെയ്ത് നെക്സ്റ്റ് ഡേയ്സ് പിന്നെയും ഒരു 10,000 അല്ലെങ്കിൽ 5,000 അങ്ങനെ നമുക്ക് എത്രയാണോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അത്രയും തവണ നമ്മൾ ഈ ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കൈയും കുറച്ച് സ്പീഡ് വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡായിട്ട് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 10,000 വെച്ച് 10 ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കടമ്പ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് 1,00,000 തവണ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം പേപ്പാൽ, UPI, ബികാഷ്, BNB, ബൈനാൻസ് പേ എന്നിവ മുഖേനയൊക്കെ നമുക്ക് ഈ ഒരു ബാലൻസ് എമൗണ്ട് ഒക്കെ വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയാണ്. പേപ്പാൽ ഉള്ളവർക്ക് അതിലേക്ക് കൂടി വിഡ്രോ ചെയ്യും. ഇനി അതല്ല UPI, നിങ്ങളുടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ നാവിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ UPI അഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളോ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ കൂടി വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു 1,00,000 തവണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഓപ്ഷൻ ഇപ്പോൾ എനേബിൾ ആയിട്ടില്ല, അത് ഡിസേബിൾഡ് ആണ് ഉള്ളത്. നിങ്ങൾ ഈ ഒരു 1,00,000 തവണ ഈ ഒരു ടാസ്കും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുന്നതാണ്. ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾക്ക് ഏതിലേക്കാണോ, പേപ്പാലിലേക്കാണോ, UPIയിലേക്കാണോ, അങ്ങനെ ഏത് മുഖേനയാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുത്തിട്ട് റിക്വസ്റ്റ് വിഡ്രോവൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് ആൻഡ് വിവരങ്ങൾക്കും കൂടുതൽ ആപ്ലിക്കേഷൻസിനും വീട്ടിൽ നിന്ന് എങ്ങനെ ഏൺ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അതൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് ഒരു മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഫോളോ ഫോർ മീ.